അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ സഭയിലും ഇത് തന്നെയാണ് വിഷയം. സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞു, ചർച്ചയ്ക്ക് തയ്യാറാണ്, താനാണ് അതിൻ്റെ ചുമതല, താൻ വിശദീകരിക്കാമെന്നാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അമിത്ഷാ ഇക്കാര്യത്തിൽ പ്രതികരിക്കില്ല എന്ന് ഉറപ്പായി. ഈ വിഷയം ഏകദേശം ഉറപ്പാണ്. കാരണം ഇതിനോടകം തന്നെ ലോക്സഭയ്ക്ക് അകത്ത് നിന്നും കേന്ദ്ര നേതാക്കളും അതുപോലെ തന്നെ സ്പീക്കറും അടക്കം നടത്തിയ പ്രസ്താവനയിൽ നിന്നും ഈ കാര്യത്തിൽ ഈ സുരക്ഷാ വീഴ്ചയിൽ ഒരു പ്രതികരണം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതില്ല എന്നുള്ള കാര്യമാണ് ഓം ബിർള അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ സുരക്ഷാ വീഴ്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണ് എന്നുള്ള കാര്യം കൂടി ഓം ബിർള പറയുന്നുണ്ട്. അതായത് സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യാനായിട്ട് നേരത്തെ എംപിമാരുടെ ആവശ്യം അവർ നോട്ടീസ് നൽകിയ അടക്കം ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യണമെന്നുള്ള കാര്യമാണ്. അതിന് തയ്യാറാണ് എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ അമിത്ഷാ, ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഇതിലൊരു വിശദീകരണം നടത്തണമെന്ന ആവശ്യം തള്ളിക്കളയുകയാണ് നിലവിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സ്പീക്കറും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യം തന്നെ ഇല്ല എന്നുള്ള കാര്യം തന്നെ പറയുന്നു. അതേസമയം തന്നെയാണ് ഇപ്പോഴും ഈ പ്രതികളിൽ പ്രധാനിയായിട്ടുള്ള ലളിത് ഝായെ അന്വേഷിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അയാളെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം കൂടി ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം, അതായത് ഈ മറ്റ് സംസ്ഥാനങ്ങളും കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലഭ്യമാകേണ്ട 2 ചോദ്യങ്ങൾക്ക് ഉത്തരം അത് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പ്രധാനമായിട്ടും ഇവർ എങ്ങനെ ഈ ഇത്ര വലിയൊരു സുരക്ഷാ സന്നാഹത്തെ മറികടന്നുകൊണ്ട് ഈ പാർലമെന്റിനകത്തേക്ക് കയറി എന്നുള്ള കാര്യം, അതിന് വലിയ ഒരു പ്രതിഷേധം സഭയ്ക്കകത്തും ഇപ്പോൾ ഉണ്ടാകുന്നു. സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് അത് ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. മറ്റൊരു കാര്യം, കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്ത് എന്നുള്ള കാര്യം തന്നെ, ഈ 6 പേരെയും ബന്ധിപ്പിക്കുന്ന കാര്യം പറയുന്ന കാര്യം തന്നെ, ഇവർ കടുത്ത വിപ്ലവ ചിന്താകാരികളാണ്. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, അതുപോലെ തന്നെ BR അംബേദ്കർ തുടങ്ങിയ ആരാധനാമൂർത്തികൾ കടുത്ത. എന്തായാലും എങ്ങനെയാണ് ഇവരുടെ ഒരുമിക്കൽ, ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, സംഘടനകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ചിത്രം വ്യക്തമാകുമെന്ന്